എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഷോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. എങ്ങനെ റെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ഓർത്തത്. അതെ ഗൈസ്, നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 7 കൊല്ലമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഒരു സൈക്കിൾ ഷോപ്പ്, ഒരു ബൈക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീമിയം ബഡ്ജറ്റ് ബൈക്കുകൾ നമ്മൾ ഷോപ്പിൽ കുറവിൽ ബഡ്ജറ്റ് ആയിട്ടുള്ള ബൈക്കുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മുടെ ജൂണോ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. എവിടേക്കോ പോയി ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജൂണോ ഷെഡിടാറായി ജൂണോ നീ കേട്ടാ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നീ ഇങ്ങനെ പല്ല് തേച്ച. നീ കാലത്ത് പല്ല് തേച്ച, നീ കാലത്ത് പല്ല് തേച്ച. ജൂണോവായിട്ട് ഇങ്ങനെ കളിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും കേട്ടോ. സോ ഇന്ന് ആക്ച്വലി ആ ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് ഓൺ ട്രാക്ക് ആയി തുടങ്ങി. പട്ടി ചവിട്ടി കയറി അടി ഞാൻ അതുപോലെ തന്നെ അനിയനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ചെയ്യില്ലേ ജോഹന? ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നിനക്ക് അറിയില്ലേ? ഇപ്പോൾ 1-2 മാസമായിട്ട് അനിയന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനിപ്പോൾ ആണ് ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കണത്. എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിൽ അവസ്ഥ? ഇവനാണ് ഫുള്ള് കാര്യങ്ങൾ. എങ്ങനെ പോണു? ഷോപ്പ് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യണം. സ്പേസ് കുറവാണ്, കൺജസ്റ്റഡ് ആണ്. പിന്നെന്താ അപ്ഡേറ്റ് പറയല്ല, കാര്യം പറ. എന്തിട്ടൊക്കെയാണ്? നിനക്കല്ലേ അറിയുള്ളൂ, നീ എല്ലാ ദിവസവും പോണ അവിടെ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ആൾക്കാരുകൾ വരുന്നുണ്ടോ? കോളും ഇതാണ് വരണത്. ഏത് സൈക്കിളാണ് ഏറ്റവും കൂടുതൽ പോണേ? ഏത് സൈക്കിൾ, ഏത് ബൈക്കാണ് ഏറ്റവും കൂടുതൽ പോണത്? മോഡല് ഏതാ മോഡല്? കണ്ണർ പ്രോ മാക്സ് ഗൈസ്. അതിപ്പോ 2-3 സെയില് ഉണ്ട് ഇല്ലേ? കഴിഞ്ഞ മാസം കിട്ടി, ഈ മാസം ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഷോപ്പിന്റെ അപ്ഡേറ്റ്. എത്ര കറണ്ട് ബില്ല് വരുന്നുണ്ട് അവിടെ? കൊച്ചു മുതലാളിക്കൊന്നും അറിയില്ല. വലിയ അല്ല, ആള് നമുക്കാണ് അയച്ചു തരാം. വലിയ മുതലാളിക്ക് മാത്രമേ അതറിയുള്ളൂ. എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. നമുക്ക് 400 രൂപയാണ് കറണ്ട് ബില്ല് വരുന്നത്. ഷോപ്പ് കുറച്ച് കൺജസ്റ്റഡ് ആണ്, കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. പെട്ടിക്കട എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു സുഹൃത്തുക്കളെ. അവർക്കറിയില്ല എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥലവും ആൾക്കാരും. ലൈക്ക് ഈ ഒരു ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ആ ഷോപ്പിലൂടെ എത്രത്തോളം നമുക്ക് മാക്സിമം പുഷ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ആർക്കും അറിയില്ല. അത് നമുക്ക് തന്നെ അറിയുള്ളൂ. അത് നമുക്ക് എന്തോരം നമുക്ക് ആ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് അത്രയും എക്സ്പീരിയൻസും അത്രയും കാലപരിചയം അങ്ങനെ എന്തോ പറയില്ല, ഒരു ഇത് പറയില്ല, ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. അവനാണ് കാര്യങ്ങളൊക്കെ നോക്കണത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൂടുതലും കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഞാനിവിടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റാണ് പോണത്. ഇപ്പോൾ ഒരു രാജാക്കാട് യാത്ര ഞാൻ എന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അന്നാണ് ലാസ്റ്റ് നമ്മൾ യാത്ര പോയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട്. പോളിവുട്ടനും എല്ലാം പാക്ക് ചെയ്തിട്ട് പെട്ടിയിലാണ് ഗൈസ് സുഹൃത്തുക്കളെ, ബോക്സിലാണ്. നമ്മൾ ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അത് വരും വീഡിയോസുകൾ നിങ്ങൾ അറിയും. ബാക്ക് ഓൺ ട്രാക്ക് ആക്കണ്ടേ? നമ്മുടെ ചാനലിൽ ഫുള്ള് സൈക്കിൾ കച്ചവടവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു യാത്രാ വ്ളോഗുകളായിരിക്കും. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ, ബൈക്ക് പാർക്കിൽ എങ്ങനെ ഓഫ് റോഡ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് വരും ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി നമുക്ക് പയ്യൊന്ന് കടയിൽ പോയിട്ട് കടയിലത്തെ വിശേഷങ്ങളും ഇന്ന് കാണാം. ഇവനെ ചെളി അവിടെ എന്തോ ആക്കിയിട്ട് കാലുമ നോക്കിയേ, ഇവിടെ ചെളിയാക്കിയത് കണ്ട. ഇവിടെ ഈ ഷർട്ടുമ്പോൾ ഫുള്ള് ചെളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നിനക്ക് നീ കുറുമ്പനായി വരണ്ട. പല്ല് നോട്ടെ, ഇതാണ് പല്ല് ഗൈസ്. ഇവൻ്റെ പല്ല് തേക്കണം. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. സോ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ജോഷ് ബൈക്സിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇത് ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. രാത്രി അത് തിളങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ തിളങ്ങുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. നിങ്ങൾ തന്നെ രാത്രി വരുമ്പോൾ തന്നെ നോക്കണം കേട്ടോ. ഞാനിതുവരെ ആ സാധനം ചെക്ക് ചെയ്തിട്ടില്ല, തിളങ്ങുന്ന കാര്യം എന്താണെന്നറിയില്ല. അത് സാധനം അവിടെ തിളങ്ങുന്നുണ്ടെങ്കിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബിൽഡിംഗ് ഇതാണ്, നോക്സ് സ്പയർ സെൻട്രം എന്നുള്ളത്. ഇവിടെ മുടിവെട്ട് കടയുണ്ട്. ഇവിടെ ബാത്ത് വെയർ, സ്റ്റെയിൻലെസ് കിച്ചൺ അപ്ലയൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് വരുന്നുണ്ട്. സോ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലാണ് നമ്മുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ ഏരിയ ഫുള്ള് നമ്മുടെ കേട്ടോ. ഈ ഏരിയ ഫുള്ള് നമ്മുടെയാണ്. കാരണം സൈക്കിളും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലെ റൂമുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇത് ആക്ച്വലി താമസിക്കാനൊക്കെ ആയിട്ട് ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇതാണ് നമ്മുടെ കട വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ. ഏകദേശം
കുറച്ചധികം ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ജോഷ് ബൈക്സ് നിങ്ങൾ ആക്ച്വലി കണ്ടിട്ട്. അപ്പോൾ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് വിചാരിച്ചു. കൂടുതൽ ലോഡുകൾ നമ്മൾ ഇറക്കി തുടങ്ങിയ സുഹൃത്തുക്കളെ. ഹോൺ ബാക്ക് ഈ മോട്ടറാണ് ഇതുവരെ സെയിലായിട്ടില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. ഹോൺ ബാക്കിൻ്റെ 2 ഇലക്ട്രിക് സൈക്കിൾ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൺ ബാക്കിൻ്റെ പോയിട്ടുണ്ട്. ഹോൺ ബാക്കിൻ്റെയും പിന്നെ ക്രാഡിയാക്കിൻ്റെ ബൈക്സ് ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ. ഓൺലൈനിൽ കിട്ടുന്ന അതേ സെയിം സാധനം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് ഫുള്ള് ഗൈഡൻസ് ചില സമയത്ത് ഓൺലൈൻ റേറ്റിനാണ് കുറവിലും നമുക്ക് സാധനം ചെയ്ത് തരാൻ പറ്റും കേട്ടോ. വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരും, ചാർജും കാര്യങ്ങളൊക്കെ വരും. അത് നോർമലാണല്ലോ, ഒരു കാര്യം ചെയ്യുന്നതിനുള്ളൊരു ഇത് വരുമല്ലോ. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇത് വരുന്നത്. ഇത് ഫുള്ള് ടോഡിൻ്റെ സ്റ്റോക്കാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇത് ടോഡിൻ്റെ TD850 സ്മോൾ സൈസാണ്, 27.5. അതുപോലെ തന്നെ പുതിയത് Gen 2ൻ്റെ മെയിൽ എനിക്ക് അപ്ഡേറ്റ് കിട്ടിയത് വിത്തിൻ 28 ഡേയ്സ് നമുക്ക് ജനറേഷൻ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് വരുന്നുണ്ട് കേട്ടോ. TD850 സെയിം ബൈക്ക് തന്നെ. നമുക്ക് അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ റിലീസ് ചെയ്യാറായിട്ടില്ല, എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത് വേണ്ടവർ കിട്ടലും ബൈക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് തന്നെ ടോപ്പ് സാധനമാണ്, ടോപ്പ് നോച്ച് സാധനമാണ്. അതിൽ തന്നെ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ട് അതിൻ്റെ ടയറും സസ്പെൻഷനും പുതിയ കളർ ബ്ലാക്ക് കളർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ബ്ലാക്ക്. ആരാ? ഓക്കെ, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് കളർ ആയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു കസ്റ്റമർ ഉണ്ട്, അവരാണെന്ന് തോന്നണം എനിക്ക്. അവരെന്നെ ആയിരിക്കും ഈ സമയത്ത് നോക്കുന്നുണ്ട്. അവർ ആക്ച്വലി ഈ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ ക്ലാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്കാണ്. ഒന്ന് ക്ലോസപ്പ് ഒന്ന് കാട്ടി കൊടുത്തേടാ. ക്ലോസപ്പ് ഒരു ഇത് കാട്ടി കൊടുത്തേ. ഇതാണ് ക്ലാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഡിയോറാണ് വരണത്. അതുപോലെ തന്നെ ബാക്കിൽ ഷിമാനോ ഓൾട്ടസ് ആണ് ബാക്കിൽ വരണത്. ഷിമാനോടെ തന്നെ ഫ്രീ വീലും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ക്രാങ്കും കാര്യങ്ങളെല്ലാം വരണത്. 9 സ്പീഡാണ് ഇവിടെ ബാക്കിൽ വരണത്. SR സണ്ടൂറിൻ്റെ ആണ് ഫ്രണ്ടിലത്തെ ഫോർക്ക് വരുന്നത് കേട്ടോ. സണ്ടൂറിൻ്റെ ഫോർക്ക് വരുന്നുണ്ട്, ലോക്ക് ഔട്ട് ഉള്ളത്. പിന്നെ എന്താ മെയിൻ സാധനം ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. ഷിമാനോടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങൾ ഇതിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. ഷിമാനോടെ ഒറിജിനൽ ഷിമാനോ പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഷിമാനോ പ്രൊഡക്ട്സ് വേണ്ടവർക്ക് അത് ഡയറക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം. അവർ തന്നെയാണോ അത്? ചോദിച്ചു അത് അവർ തന്നെ ആയിരിക്കും. അത് അവർ തന്നെ അവർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ക്രാഡിയാക്കിൻ്റെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഗണ്ണർ പ്രോ മാക്സ് ഒരെണ്ണം ഫിറ്റ് ചെയ്യാനുണ്ട്. നീ അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടുമെന്ന് തോന്നുന്നത്. ഓക്കെ, അത് അവരാണോ? അത് അവർ തന്നെയാണോ? ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ. അപ്പോൾ അവർ പോയി നമ്മുടെ ക്ലാൻ 2 നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് നമ്മുടെ എപ്പെക്സ് ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങിയിട്ട് എപ്പെക്സ് ഒക്കെ ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റിൽ വരുന്ന ഒരു പ്രീമിയം കാറ്റഗറി ബൈക്കാണ്. ലൈക്ക് അതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം കുറേ പേര് ഇപ്പോഴത്തെ ഈ റേസിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ റേസും കാര്യങ്ങൾക്കൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു റോഡ് ബൈക്കിൻ്റെ. അപ്പോൾ അത്രയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ്. ഷിമാനോടെയാണ് ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് അലോയ് ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റിലുള്ളത് ഫുള്ള് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗണ്ണർ പ്രോ മാക്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ബൈക്കൊന്ന് കാട്ടി കൊടുത്താടാ. ഈ ക്ലാൻ 2 ഒന്ന് മാറ്റിയോ? ഈ ക്ലാൻ 2 മാറ്റിയിട്ട് നമുക്ക് ഈ ബൈക്കൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോഹിണ്ടാ ഈ ബൈക്കൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കാട്ടി കൊടുക്ക്. ഈ ക്രാഡിയാക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഗ്രാവൽ ടൈപ്പാണ് വണ്ടി വരണത്. ഒരു ഫൺ റൈഡിനൊക്കെ പറ്റിയത്, ഒരു ടൂറിങ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ ബൈക്ക് വരുന്നത് കേട്ടോ. ഈ ഫുള്ള് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹാർട്ടക്സിൻ്റെ ആണ് ടയർ വരുന്നത്. പിന്നെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. ഷിമാനോടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 3ഉം ബാക്കിൽ 8 സ്പീഡും ആണ് വരുന്നത്. ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് വരുന്നുണ്ട്. SR ആണ് ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ഷിമാനോടെ തന്നെ ക്രാങ്ക് വരുന്നുണ്ട്. ഒരു വാല്യൂ ഫോർ മണിയാണ് കേട്ടോ. ലൈക്ക് ഫണ്ണാണ്. ഇത് ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല പറയണത് കേട്ടോ. ജസ്റ്റ് സ്പെക്ക് മാത്രം കണ്ടിട്ടല്ല. ഞാൻ കുറച്ച് റിവ്യൂവിൻ്റെ സമയത്ത് ഞാനത് ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ TD850
TD850 നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് സ്മോളാണ്, 27.5 ആണ്. കേരള ടു കാശ്മീർ യാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള ബൈക്ക്. ക്ലാൻ 2-ൽ വരുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ ബൈക്ക് ഇത് യെല്ലോ കളറാണ് വരുന്നത്. കാർബൺ ഫിനിഷ്, ഹൈഡ്രോളിക് ബ്രേക്ക്, 40,000 റുപ്പീസിന് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഒരു കറക്റ്റ് ഒരു MTB ആണ് കേട്ടോ. പക്ക ഒരു ഹെവി ഡ്യൂട്ടി MTB എന്നൊക്കെ പറയില്ലേ, അതാണ് വരുന്നത്. അതിൻ്റെ വേറൊരു കളറാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, ഒരു ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ ഇവിടെ ഇരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ്, സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. കളർ വ്യത്യാസമുണ്ട്. നമുക്ക് 2 സൈസാണ്, സ്മോൾ, മീഡിയം ലാർജ്, ആ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ചാർട്ട് എൻ്റെ നിന്ന് പോയി, അല്ലെങ്കിൽ ഞാൻ ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ ഫുൾ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതാണ് ഫോൺ നമ്പർ വരുന്നത്. ഈ ഫോൺ നമ്പർ അല്ലെങ്കിൽ ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ എടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഷോപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ PPF ഞാൻ ഫുൾ ഫ്രെയിം PPF ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാനുണ്ട്. പിന്നെന്താ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഷോപ്പും കാര്യങ്ങളും എല്ലാം കേട്ടോ. കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ലാസ്റ്റ് 7 കൊല്ലമായിട്ട് നമ്മൾ സൈക്ലിംഗ് ഫീൽഡിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈക്ലിംഗ് നമ്മൾ കാട്ടി കൊടുക്കുന്ന ബൈക്കുകൾ ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ബൈക്കുകൾ, അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ കാശ്മീർ യാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻ്റ് എന്ന രീതിയിലാണ് ആ ബൈക്ക് കൊണ്ടുപോയത്. പക്ഷേ ഒരു കംപ്ലൈൻറ്റ് പോലും വന്നില്ല. ആ ബൈക്ക് നല്ല മൂവിങ് ആണ് ഇപ്പോൾ. TD850 സാധനം കിട്ടാനില്ല. സെപ്റ്റംബറിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. ടോഡിൻ്റെ TD850 Gen 2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ കേട്ടോ. സെപ്റ്റംബറിൽ, ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നവംബറാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റിയും ഇതും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രീ ബുക്ക് ചെയ്തോളണം കേട്ടോ. അല്ലാതെ നമ്മൾ സാധനം ഇല്ലയെന്ന് കാട്ടിയിട്ട് ഡിമാൻഡ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഉദ്ദേശിക്കുന്നതല്ല. സാധനം നമുക്ക് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു വേറെ ബൈക്കുകൾ തരാം ഉണ്ട്, ഇല്ല TD850 തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ച് പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു വിത്തിൻ 28 ഡേയ്സിനുള്ളിൽ അതും വരും. അപ്പോൾ അതൊക്കെയാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയും. ഒരു ബോർഡ് ഇവിടെ ഈ ചുമരുമ വെച്ചാലോന്നുണ്ട് കേട്ടോ. ഈ ചുമരുമ വെച്ചാലോന്നുണ്ട് ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്കാണുള്ളത്. അതുപോലെ തന്നെ പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് അവിടെ ഉള്ള ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ജോഷ് ബൈക്സിന് അവിടെ ഒരു റിങ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെക്കാൻ വേണ്ടി. ഇത് ഫുള്ള് ബുക്ക്ഡ് ആണ്. ഡോറുമേയും മേലത്തെ നില വരാതെ നമുക്ക് ഡോറ് അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ സ്പേസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും അവരൂടി വന്നിട്ടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ മാറ്റ്നിസ് ടീ സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ജോഷ് ബൈക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചാലൊന്നുമുണ്ട്. 1-2 അപ്ഗ്രേഡ് കൂടി നടത്തണം കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ EMI വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് നമുക്ക് POS മെഷീൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ക്രെഡിറ്റ് കാർഡ് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഇതാണ് ആ മെഷീൻ വരുന്നത്, POS മെഷീൻ. നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെന്താ, ഞാൻ എന്തോ ഇതിന് വേണ്ടിയിട്ട് സീല് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോഷ് ബൈക്സ് പ്രൊപ്പറേറ്റർ സീല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കോഫിൻ്റെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ, സിൽക്കി സസ്പെൻഷൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ QR കോഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതുകളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടേക്കാണ് ബൈക്കിൻ്റെ സ്റ്റോക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ ബോക്സിലൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.